ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റഡ്. സുഖമല്ലായിരിക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരമായിട്ടാണ്, അടയുമായിട്ടാണ് കേട്ടോ. അട എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവുമല്ലോ അല്ല. ഒന്നിക്കിൽ ആവിയിൽ വേവിച്ചിട്ടുള്ള അട ഉണ്ടാക്കൂ, അല്ലെങ്കിൽ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുള്ള അട അല്ല. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുള്ള അടയാട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ മാവില്ലേ, ഇതിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് തേങ്ങയും പഞ്ചസാരയും മിക്സ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം എൻ്റെ കയ്യിൽ തേങ്ങയും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ. മറ്റേ ഇതില്ല, എന്താണ് പരിപ്പില്ല, കടലപ്പരിപ്പ്. അതും കൂടി ഇതിൻ്റെ അകത്ത് വേവിച്ചിട്ടിട്ടാൽ ടേസ്റ്റ് കൂടിയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ പരിപ്പൊന്നും കയ്യിലില്ല, അതുകൊണ്ട് തേങ്ങയും ഇതും മാത്രം പഞ്ചസാരയും മിക്സ് ആക്കിയ ഫില്ലിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് വേണമെങ്കിൽ ഒരു നുള്ള് ഏലക്കാപ്പൊടി ഇടാം കേട്ടോ. പക്ഷേ കുട്ടികൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, ഇവിടുത്തെ കുട്ടികൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടില്ല. പഞ്ചസാരയും തേങ്ങയും മാത്രമുള്ള മിക്സ് ആട്ടോ. അത് നമ്മൾ ഈ ഇതിൽ വെച്ചിട്ട് ഈ പരത്തി വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, അതിൽ ഫില്ലിങ് വെച്ചിട്ട് എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലോ അല്ലേ ചെയ്യാൻ. ഇതൊന്ന് പ്രസ് ചെയ്ത് ഞാൻ കൈനെ കൊണ്ട് തന്നെ കേട്ടോ ചെയ്യാൽ. ഇതിൻ്റെ ഇതുണ്ട്, ആ ഒരു ഇതില്ലേ, അച്ചുണ്ട് ഇതിൻ്റെ. അടയുണ്ടാക്കുന്ന അടേൻ്റെയും സമൂസ ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഞാനിങ്ങനെ തന്നെ ചെയ്യാറ്. പിന്നെ ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. കണ്ട, പെട്ടെന്നാവും ഇത്. കണ്ട, ഇങ്ങനെ ചുരുട്ടി കൊടുത്താൽ മതി. നമുക്കിത് എണ്ണ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്, അതിലിട്ട് കൊടുക്കാം. ഒന്നും കൂടി ഉണ്ടാക്കാം. ഞാനിന്ന് രാവിലെ പൂരിയാണ് ഉണ്ടാക്കിയത്. രാവിലെ ഇങ്ങനെ പൂരി ഒന്നിക്ക് ദോശയെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ ആക്കി വെക്കും. അപ്പോൾ വൈകുന്നേരം കുട്ടികൾക്ക് ദോശമാവാണെങ്കിൽ ഒന്നിക്കിൽ ഉണ്ണിയപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ദോശമാവിൻ്റെ അകത്ത് ഉള്ളിയും പച്ചമുളകെല്ലാം ഇട്ടിട്ട് കുറച്ച് ഇത് മൈദപ്പൊടിയെല്ലാം ഇട്ട് കഴിഞ്ഞാലില്ലേ ഒരു ബജി പോലെയും ആക്കാം കേട്ടോ. ഇവർക്ക് ഇങ്ങനെ ഇതിപ്പോൾ പൂരീൻ്റെ മാവാണ്, രാവിലെ ഉണ്ടാക്കിയ മാവാണ്. അത് ഞാൻ കുറച്ച് പൂരി ഉണ്ടാക്കുന്ന സമയത്ത്, ഇന്ന് പിന്നെ ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ കുട്ടികളെല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പം ഞാൻ എന്താക്കി, വൈകുന്നേരം അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ മാവ് കൂടുതലായിട്ട് കുഴച്ച് വെച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവരും ചായയൊക്കെ കുടിച്ചാ? ഇന്നെന്താ എല്ലാവർക്കും സ്പെഷ്യൽ? ഉച്ചക്ക് എന്താ? ഇവിടെ ഉച്ചക്ക് ഇന്ന് ചിക്കൻ കറിയും ചോറും ചിക്കൻ കറിയായിരുന്നു. ഇത് ഇങ്ങനെ പരത്തിയിട്ട് എടുക്കേണ്ട പണിയേ ഉള്ളൂ. ഫ്രൈ ചെയ്യൽ പെട്ടെന്ന് കഴിയുമല്ലോ അല്ലേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, അഭിപ്രായം പറയണം കേട്ടോ. കണ്ട, പെട്ടെന്നാവും, ഫ്രൈ ചെയ്ത് പെട്ടെന്നാവും. പരത്താനും തേങ്ങ ചിരകിയിട്ട് അതിൽ നിറയ്ക്കേണ്ട പണിയേ വേണ്ടു. ഇതാ കണ്ട, എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ബൈ.